രാവിലെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ നിറച്ച് തേനീച്ചകള്, വണ്ട്, പൂമ്പാറ്റകള് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ സൗണ്ടും അതുപോലെ ഇപ്പൊ ഒരു കാറ്റ് ഫീൽ ചെയ്യണ്ടില്ലേ, ഇതിനേക്കാളും കാറ്റായിരിക്കും നമുക്ക് രാവിലെ. അപ്പൊ ഈ രാവിലെ ഈ ഒരു കാറ്റൊക്കെ നമുക്ക് ഭയങ്കര ഒരു ആംബിയൻസ് ആണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഗാർഡൻ അത്ര വലിയ ഗാർഡൻ ഒന്നും അല്ല കേട്ടാ. അപ്പൊ നമ്മളുള്ളതൊക്കെ ഒന്ന് നല്ല ഭംഗിയിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടുള്ളൂ. അപ്പൊ എല്ലാരും കണ്ടിട്ടൊന്ന് അഭിപ്രായം പറഞ്ഞോട്ടാ. എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് മലേഷ്യൻ വെറൈറ്റി ബോഗൻവില്ലയും, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് എന്ന് പറഞ്ഞാല് പെറ്റൂണിയ, പിന്നെ ആ കാണുന്ന കാറ്റ്സ്ക്ലോ ക്രീപ്പർ. കണ്ണിനും മനസ്സിനും ഒക്കെ നമുക്ക് കുളിർമയാകുന്ന ഒരു കാഴ്ചയാണ്. നിറച്ച് മഞ്ഞ പന്തലിട്ട പോലെയാണ്. ഇതിന്റെ പേരാണ് കാറ്റ്സ്ക്ലോ ക്രീപ്പർ. ഇതും ഭയങ്കര സുന്ദരിയാട്ടോ ഇതിനെ കാണാൻ. ഈ പൂക്കൾ കണ്ടില്ലേ നിങ്ങള്, നിറച്ച് കൊല്ല കുത്തി പൂക്കൾ ഉണ്ടാവും. ഇത് ഇയർലി 1 ടൈമേ ഉണ്ടാവുള്ളൂ. അതും ഒരു 3-4 വീക്സ് ഒക്കെ ഇതിന്റെ ലൈഫ് ഉള്ളൂ, പെട്ടെന്ന് കൊഴിയും. പിന്നെ ഉണ്ടാവുക അടുത്ത കൊല്ലത്തിലാണ്. പക്ഷെ ഉണ്ടല്ലോ, ഒരു മോർണിംഗിൽ നമുക്ക് നിറച്ച് തേനീച്ചകളും വണ്ടും ഒക്കെ മൂളിപ്പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അത് നല്ലൊരു കാറ്റ്, ഇപ്പോൾ കണ്ടില്ല ഒരു കാറ്റ് ഇവിടെ, ആ ഒരു കാറ്റ് രാവിലെ നമുക്ക് ഉണ്ടാവും. അത് ഫീൽ ചെയ്യണം, അത്ര സന്തോഷം. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ടെൻഷനൊക്കെ ശരിക്കും മറന്നു പോകും നമ്മള്. അങ്ങനെയാണ്. ഇതെന്താ മുകളിലുള്ള? ഇത് ട്രീ ഹൗസ് എന്നാണ്. എൻ്റെ ഭയങ്കര ഡ്രീമായിരുന്നു നമ്മളെ ഗാർഡൻ്റെ ഉള്ളിൽ ഒരു ട്രീ ഹൗസ്, ഹട്ട് ഉണ്ടാക്കണം എന്നുള്ളത്. ട്രീ കിട്ടിയില്ല, പക്ഷെ ഇത് ഹട്ട് നമ്മൾ മറ്റേ GI പൈപ്പൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. എന്നാലും എൻ്റെ ഡ്രീം സഫലീകരിച്ചു എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അത്. അപ്പോൾ ഇതിൻ്റെ മേലൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പാട്ടൊക്കെ വെച്ച് ചായ ഒക്കെ കുടിക്കാന്ന് പറയുമ്പോൾ വേറൊരു വൈബ്. അവിടെ നിന്ന് നമുക്ക് അടിയിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ലോങ് സൈറ്റില്ലേ, ഈ പന്തലിമലൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ ഒക്കെ ഭയങ്കര രസമാട്ടോ അതൊക്കെ. അപ്പൊ അത് എൻ്റെ കുറെ കാലത്തെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമുക്കിത് രാവിലെ വന്നിട്ട് ഈ ഒരു ചയർ കണ്ടില്ലേ നിങ്ങള്, ആ ചയറിൽ ഇരുന്നിട്ട് നമുക്ക് ചായ ഒക്കെ കുടിക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ടാ. ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിസിനാന്ന് പറയാം നമുക്ക്. അത്ര ഒരു ഫീൽ. എവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഈ ചെടികളൊക്കെ ആസ്വദിച്ച് നല്ലൊരു കാറ്റും ഈ വണ്ടുകളുടെ സൗണ്ടും, പ്രകൃതിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ തന്നെ ആയിരിക്കും ഇത്. ഈ മാവിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് പെറ്റൂണിയ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പൂക്കളുടെ രാജകുമാരി എന്ന് തന്നെ പറയാം. അത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടായിരിക്കും ദുബായിലൊക്കെ റോഡ് സൈഡിലൊക്കെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവറായിരിക്കും. അതുപോലെ മിറാക്കിൾ ഗാർഡൻ എന്ന് പറയും ദുബായിൽ, അത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ പെറ്റൂണിയ വെച്ചിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും. പൂക്കളിൽ നല്ലൊരു സുന്ദരിയാണ് ഇത്. സത്യം ഇല്ലേ, ദുബായ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അന്ന് മുതലേക്കുള്ള ഒരു ഇഷ്ടമാണ് ഈ ഒരു ചെടീനോട്. അത് നമ്മൾ ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലായിട്ട് കളക്ട് ചെയ്തെടുത്തു. അത് ഞാൻ ഇയർലി അത് കളക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിന് ലൈഫ് ഭയങ്കര കുറവാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് നാശമായി പോകും. ഒരൊറ്റ മഴ കൊണ്ടാൽ മതി, അത് നാശമായി പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് ഇതൊരു പാഷനാണ്. ഹൈബ്രിഡ് ബോഗൻവില്ല എന്നല്ല, എല്ലാ ബോഗൻവില്ല ഇഷ്ടമായിരുന്നു. പക്ഷെ മലേഷ്യൻ വെറൈറ്റിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അതൊരു ബ്രൈറ്റ് കളറാണ്. പിന്നെ ലാസ്റ്റ് ചെയ്യും. മറ്റേ കമ്പാരിറ്റീവ്ലി നമ്മള് സാധാ ബോഗൻവില്ല വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യണ ഫ്ലവേഴ്സ് ആണ്. പിന്നെ നല്ല ബ്രൈറ്റ് കളറാണ്. പക്ഷെ നമ്മളിത് എവിടെ പോയാലും നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് കാണുമ്പോൾ നമ്മളത് കളക്ട് ചെയ്യും. അപ്പൊ ആ വെറൈറ്റികളൊക്കെ നമുക്ക് അങ്ങനെയാണ് കയ്യിൽ കിട്ടുന്നത്. ഇത് റൂബി റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആട്ടാ. നല്ല രസം. ബീട്രൂട്ടിന്റെ കളറാണ് ശരിക്കും ഇതിന്റെ പൂവുണ്ടായ. തിങ്ങി നിറഞ്ഞ പൂക്കളുണ്ടാവും. അപ്പൊ ഇത് നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിൽ ഇട്ടാലാണ് ഇതിന്റെ ഒരു ഭംഗി കിട്ടുക. നമ്മൾ നോർമൽ ചെയ്യണേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടം അങ്ങനെയാട്ടോ. ഇങ്ങനെ ഹാങ്ങിങ് ബോട്ടിൽ ഇട്ട് കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ ഹാങ്ങിങ് ബോട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഫാമിലിയുടെ പ്ലാസ്റ്റിക് ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബൾക്കായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ചോദിക്കണം കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ കൂടെ സെയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ഹൈബ്രിഡ് മലേഷ്യൻ വെറൈറ്റിയിൽ പെട്ടത് തന്നെയാണ്. സൺസെറ്റ് ലാവൻഡർ എന്ന് പറയും. സൺസെറ്റ് വൈറ്റ് ഉണ്ട് ഇതുപോലെ തന്നെ. ഇത് ലാവൻഡർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലെയിം റെഡ് ആണ്. ഇതിപ്പോൾ നമുക്ക് പൂക്കളൊക്കെ കൊഴിയാനായി. അപ്പോൾ ഇത് ഒരു മാസം ഒരു ക്ഷീണം മാത്രമല്ല, ഇതിൻ്റെ കളറൊക്കെ പോയി. അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് കളറാണ് ശരിക്കും ഇതിൻ്റെ കളറ്. കണ്ടില്ലേ, ഈ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ പോയി. പിന്നെ അത് മാത്രമല്ല, ഇതിന് ഭയങ്കര ലാസ്റ്റിംഗ് ആണ് ഈ ചെടി, ഈ പൂക്കൾക്ക്. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഈ പൂക്കളെ ഒരു ഇത് ഇങ്ങനെ നുള്ളി കളയണം. അല്ലെങ്കിൽ ഇത് തന്നേക്ക് കൊഴിയില്ല. അതിലൊരു ദയം കാണിക്കേണ്ടത് നമ്മളതിന്. നുള്ളിക്കളഞ്ഞാലാണ് ഇതിൻ്റെ പൂക്കൾ വീണ്ടും ഇവിടെ നിന്ന് നമുക്ക് ബുഷിയായിട്ട് വീണ്ടും പൊടിച്ചു വരുള്ളൂ. അപ്പോൾ നമ്മൾ പൂവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ദയ കാണിച്ചു കഴിഞ്ഞാൽ അത്രയും ഡിലേ ആവും ഫ്ലവർ ഉണ്ടാവാൻ. അതാണ് ഈ ഹൈബ്രിഡ് ബോഗൻവില്ലയുടെ പ്രത്യേകത. കണ്ടില്ലേ, ഇത് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സുന്ദരിയാണ്. പേര് പോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായി. പിങ്ക് ആൻഡ് വൈറ്റ് മിക്സ് ആയിട്ട് വരും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പൂക്കൾ കൊഴിയാനായി. ഈ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ വരുന്നത്. കണ്ടില്ലേ,
കുറച്ചാണ് നേരത്തെ ഞങ്ങൾ വിളിക്കേണ്ടതായിരുന്നു. അതെ അതെ, പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങി. അതാണ് ഉണ്ടായത്. സാർ വിളിക്കുമ്പോഴത്തേനും പൂവൊക്കെ ഏകദേശം ഫെയ്ഡായി തുടങ്ങി. പിന്നെ ഈ പൂവ് കൊഴിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ വന്നോന്ന് പറഞ്ഞത്. അതായത് കാറ്റ്സ് ക്ലോ ക്രീപ്പർ ഞാൻ പറഞ്ഞില്ല, ലൈഫ് കുറവാണ്. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞത് മുഴുവനായിട്ട് കൊഴിഞ്ഞു പോകും. അപ്പൊ അതിന് മുന്നായിട്ട് വന്നോട്ടെ വിചാരിച്ച് ഞാൻ. ഇവിടെ സ്പെഷ്യൽ ഉണ്ടോ? ഇതൊക്കെ സ്പെഷ്യലാണ്. ഇത് ഫ്ലെയിം റെഡ് എന്ന് പറയും, ഇത് ഓറഞ്ച്. ഈ ഒരു പൂവിന്റെ കളർ കണ്ടില്ല, ഭയങ്കര രസമായിട്ടാ കാണാൻ. ഇതിന്റെ ഒരു പൂക്കള് ഓറഞ്ച് ഇല്ലേ, ഇത് ഫയറോപ്പൽ ഓറഞ്ച് എന്ന് പറയും. സ്വന്തമായിട്ടാന്ന് വെച്ചാല് അതിന്റെ സംരക്ഷണമൊക്കെ അത് നമ്മൾ തന്നെയാണ്, വേറെ ഒരാളെ നമ്മൾ വെച്ചിട്ടൊന്നുമില്ല. ഇത് നമുക്ക് പാഷനാണ്, സന്തോഷാണ്. ഹസ്ബൻഡ് വരും. ഹസ്ബൻഡ് ഞാൻ കട്ട സപ്പോർട്ടാണ്, എനിക്ക് എല്ലാത്തിനും കട്ട സപ്പോർട്ടാ. എത്ര വർഷമായി കളക്ഷൻ തുടങ്ങിയിട്ട്? കളക്ഷൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഒരു 5 വർഷമായി ഉണ്ടാവും ഈ ഹൈബ്രിഡ് ബോഗൺവില്ല കളക്ട് ചെയ്ത് തുടങ്ങിയിട്ട്. അതിന് മുന്നേ നമുക്ക് നാടൻ വെറൈറ്റികളായിരുന്നു നോർമൽ ആയിട്ടുള്ളത്. പിന്നെ ഇത് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു മലേഷ്യൻ വെറൈറ്റി ഒക്കെ ഇറങ്ങിയിട്ട് ഒരു 5 വർഷമൊക്കെ തന്നെ ആയിട്ടുണ്ടാവുള്ളൂ. ആ ടൈമിൽ ഞാൻ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അല്ല, പിന്നെ ഇപ്പൊ ആൾക്കാർക്ക് ആവശ്യപ്പെട്ട് വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അത് നമുക്ക് ചാനലിൽ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഇട്ടിരുന്നു എന്നുള്ളത്. അപ്പൊ അത് കണ്ടപ്പോ എല്ലാരും ചോദിക്കല് തുടങ്ങി, ഇങ്ങനെ സെയിൽ ഉണ്ടാ അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ ഇല്ല എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പ്ലാൻസ് എടുത്തിട്ട് സെയിൽ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഇട്ടു. പക്ഷെ അത് വമ്പ സക്സസ് ആയി. അപ്പൊ അതുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോഴും ഓൺലൈനിൽ സെയിൽ ഉണ്ട്. വീട്ടിൽ വരുത്താറില്ല കേട്ടോ ആൾക്കാരെ, പ്രൈവസിനെ ബാധിക്കുന്ന കാരണം നമ്മൾ വീട്ടിൽ സെയിലില്ല. അപ്പൊ അത് കാരണം കൂടുതലും ഓൺലൈനിൽ ഔട്ട് ഓഫ് കേരളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സുന്ദരി കേട്ടോ. ഇതിന്റെ പൂക്കള് കാണുമ്പോ പൂക്കള് നമുക്ക് തൊടുമ്പത്തിന് കൊഴിഞ്ഞു തുടങ്ങി. പക്ഷെ ഇതിന്റെ പൂക്കള് നല്ല ബ്രൈറ്റ് കളറാ. അത് മാത്രല്ല അതിന്റെ ഓരോ പെറ്റൽസിലും ഈ വൈറ്റ് കളറില്ലേ, ഇങ്ങനെ എന്തോ ഒരു വിതറിട്ട പോലെയാണ് ഇതിന്റെ ഒരു ഫീല്. നമ്മൾ ഡ്രസ്സിനൊക്കെ ഒരു പാറ്റേൺ ചെയ്യില്ലേ, അതേ ഒരു ഫീലിലാണ് ഇത് വരുന്നത്. ക്രിസ്റ്റീന എന്നാണ് അതിന്റെ പേര്. നല്ല റയർ കളക്ഷൻ ആട്ടാ നമുക്ക്. ഇതൊക്കെ മലേഷ്യ വെറൈറ്റി ആണ് വരുന്നത്. അതുപോലെ പിന്നെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ബ്രസാ പീച്ച്. ഇതൊക്കെ ഫെയ്ഡായി ശരിക്കും. ഇതൊന്നല്ല കേട്ടോ, നല്ല ബ്രൈറ്റ് കളറാണ് ഇതിന്റെ പൂക്കളൊക്കെ വരുന്നത്. ഇപ്പൊ കൊഴിയാനായ കാരണം ഫെയ്ഡ് ആയിരിക്കാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രസാ പീച്ച്. ഇത് 2 കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു പീച്ച് അതുപോലെ റെഡ് മിക്സ് ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് വരാം. അപ്പൊ ഇതൊക്കെ നമുക്ക് കളക്ഷനിൽ ഉള്ളതാട്ടോ. ഇതൊന്നും സെയിലായിട്ടോ ഒന്നും അതിനെ പുറത്താർക്കും കൊടുക്കാറില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫ്ലെയിം റെഡ് എന്ന് പറയും. അപ്പൊ ഇതും അത്യാവശ്യം നല്ല ബ്രൈറ്റ് കളറായിട്ടുള്ള പൂക്കൾ തന്നെയാണ്. ഫ്ലെയിം റെഡ് ശരിക്കും ഫ്ലെയിമിന്റെ ഒരു കളറാണ്, നല്ല ബ്രൈറ്റ് കളറാണ്. ശരിക്കും വെയിലത്തൊക്കെ കാണണം, വെയിലത്ത് കാണുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് തിളങ്ങുന്ന ഒരു ഫീലാണ് ശരിക്കും കിട്ടുക. പിന്നെ നമുക്ക് വരുന്ന വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അവിടെ ഉണ്ട് കുറച്ച്, അപ്പം നമുക്ക് അവിടെ നിന്നൊക്കെ കാണാം. പിന്നെ എന്ന് പറഞ്ഞാൽ റെഡ് സെപ്റ്റംബർ, അത് കാണിച്ചു തരാം. അതും ഒരു റയർ കളക്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റെഡ് സെപ്റ്റംബർ. ഇത് പൂക്കൾ കളർ കുറഞ്ഞു. ഇത് ശരിക്കും നല്ല പിങ്കാണ്, ഡാർക്ക് പിങ്കിൽ. ഇതൊരു ബ്രൗൺ ഒരു എന്താ പറയുക, കളർ നമുക്ക് പറയാൻ പറ്റില്ല, യെല്ലോ ക്രീം ആ ഒരു ഇതുപോലത്തെ ഒരു ഫീലാണ്. അതിങ്ങനെ കയറി വരും. അതും ഇതുപോലെ സ്പ്രെഡായി കിടക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ല വെറൈറ്റിയാണ് റെഡ് സെപ്റ്റംബർ. ഇതാണ് ചില്ലി ഐസ്ക്രീം എന്ന് പറയും. ഇതിന്റെ പേരുകളൊക്കെ നല്ല രസമായിട്ടൊക്കെ കേൾക്കാൻ, നമുക്ക് ഓരോന്നും കണക്ട് ചെയ്യുമ്പോഴേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചില്ലി ഐസ്ക്രീമും. ഇത് ഡാർക്ക് പിങ്ക് ആൻഡ് ലൈറ്റ് ഒരു ബേബി പിങ്ക് മിക്സ് ആയിട്ട് വരുന്നതാണ്. ഇതിന് കണ്ടില്ലേ ഒരു വെയിൻ കണ്ടില്ലേ ഇതിന്റെ ബാക്കിലായിട്ട് ഓരോ പെറ്റൽസിന്റെ ഒരു വെയിൻ പോലെ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കണ്ടില്ലേ ഒരു വെയിൻ പോലെ ഞരമ്പ് ഇങ്ങനെ ഇതായി കിടക്കുന്ന പോലെയാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് ഇത് കാണാം. നല്ല വെയിൽ കൊള്ളണം. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല ഫെർട്ടിലൈസർ കൊടുത്താൽ മാത്രമേ ഇതിന് നല്ല കളറൊക്കെ ആയിട്ട് വരുള്ളൂ. ഞാൻ കൊടുക്കുന്നത് NPK 1919 എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആവും. അത് മാത്രമല്ല നല്ല ഗ്രോത്ത് വരും, പൂക്കൾ നന്നായിട്ട് ഉണ്ടാവും. ഒക്കെ അങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഫെർട്ടിലൈസർ കൊണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഹാങ്ങിങ് ബോട്ടിൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വരുന്നത് സൺസെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ഭ്രാന്ത് പിടിച്ചോണം പൂക്കൾ ഉണ്ടാവും. ഇല കാണാതെ നിറച്ച് പൂ ഉണ്ടാവും. ഭയങ്കര ലാസ്റ്റിങ്ങാ. 1 മാസം കഴിഞ്ഞാൽ ഈ പൂ കൊഴിയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൂവിനെ കണ്ട ഇതൊക്കെ കൊഴിയാനായി, എന്നാലും പൂ കൊഴിഞ്ഞിട്ടില്ല. കണ്ടില്ലേ കളറ്. അപ്പം ഇതിനെ നമ്മളിങ്ങനെ നുള്ളി കൊടുക്കണം, എന്നാലാണ് ആ ബ്രാഞ്ചസ് ഇങ്ങനെ ബുഷിയായിട്ട് വരുള്ളൂ. അതല്ല അതിന് നമ്മളൊരു ദയദാക്ഷിണ്യം കാണിക്കണ്ട കേട്ടോ. അത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂക്കൾ അവിടെ നിൽക്കും, പൂവ് ഡിലേ ആവും. പിന്നെ അടുത്ത ബാച്ച് ഉണ്ടാവാൻ ഭയങ്കരമായിട്ട് ഡിലേ ആവും. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ? എന്ത് പൂക്കളോ? അല്ലല്ലോ,
അല്ലല്ലോ, അല്ലേ? വർഷത്തിലൊരു 4 ബാച്ചെങ്കിലും ഇത് വിരിയും. ആ, ഇത് മഴ വരുന്ന വരെ നമുക്ക് ഇതിന്റെ പൂക്കൾ ഉണ്ടാവും. ജനുവരി അല്ലല്ല, മഴ എന്ന് സ്റ്റാർട്ട് ചെയ്യണം അതുവരെ ഇത് പൂക്കൾ ഉണ്ടാവും. പക്ഷെ ഈ ഹൈബ്രിഡ് വെറൈറ്റി, മലേഷ്യൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ മഴക്കാലത്തും പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവില്ല. അത് മാത്രമല്ല ഈ ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പൊ ആ ടൈമിൽ നമ്മൾ പൂ വിരിക്കാതിരിക്കുക നല്ലത്. എപ്പോഴും പ്രൂൺ ചെയ്ത് നിർത്താം. പിന്നെ ഈ സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്യാൻ പാടില്ല, ഹാർഡ് പ്രൂണിങ് ഒരിക്കലും ചെയ്യാൻ പാടില്ല പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത്. അപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ ടൈമിങ് ഡിലേ ആവും. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ പൂന്നുള്ളുമ്പോൾ വിഷമം കാണിക്കരുത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നമ്മൾ നുള്ളി കൊടുത്താൽ മാത്രമേ ഈ ഒരു ബ്രാഞ്ചുമെന്ന് നിറച്ച് പൊടിച്ചിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാവുള്ളൂ. അയ്യോ പൂവുണ്ടല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ പൂവ് അവിടെ നിൽക്കുകയുള്ളൂ, കൊഴിയില്ല അത്. ഒരു മാവ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേര് നാംഡോക് മൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാവാണ് ഇത് നമ്മൾ തായ്ലാൻഡ് വെറൈറ്റിയിൽ ടോപ്പ് 10 വെറൈറ്റിയിൽ ഫസ്റ്റ് വണ്ണാണ് ഈ നാംഡോക് മൈ എന്ന് പറയുന്ന വെറൈറ്റി. ഇപ്പൊ നമുക്ക് ഇതിൽ 2 ഉണ്ടായി നിൽക്കുന്നുണ്ട്, കാണുന്നില്ലേ? ചെറിയ പ്ലാന്റാ. ഇതൊരു 1 ഇയർ ആയിട്ടുള്ളൂ നമുക്കിത് വാങ്ങിച്ചു വെച്ചിട്ട്. മാങ്ങയായി. ഇത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറച്ച് ഫ്ലഷ് ആയിരിക്കും. നല്ല നല്ല ടേസ്റ്റ് ആട്ടോ. ടോപ്പ് 10 1 ഇത് ബാക്കിലുള്ളത് റിപ്സാലിപ്സ് പ്ലാന്റ് എന്ന് പറയും. ഇതിന്റെ മെച്ചോർഡ് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ആദ്യം ഗ്രീൻ ആയിരിക്കും ഇതിന്റെ ലീഫ് വരാം. ഇത് വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് നല്ല റെഡ് കളറാവും. അത് കഴിഞ്ഞ് ഇതുമ്പോൾ ഒരു പേള് ഫോം ചെയ്യും. ഈ എഡ്ജൊക്കെ ഇല്ലേ, ഈ എഡ്ജിൽ നിറച്ച് പേള് ഫോം ചെയ്യും. അപ്പൊ ഇതിന് വെയിൽ കൊള്ളുമ്പോൾ ഒരു പദാർത്ഥം ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അത് വരുമ്പോഴാണ് ഇതിന്റെ ലീഫ് കണ്ടില്ലേ ഇതുപോലെ റെഡായിട്ട് മാറി വരും. ഇതേപോലെ നല്ല റെഡ് ആവും. അപ്പൊ ഇതിന്റെ മെച്ചോർഡ് പ്ലാന്റ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഇതാണോ സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഇതാണ് മെച്ചോർഡ് പ്ലാന്റ്. പക്ഷെ ഇത് ഭംഗി പോയി. ഇതിന്റെ എന്ത് രസമായിരുന്നു എന്നറിയോ? നല്ല രസമായിട്ട്. ഇതിന്റെ ഇല ശരിക്കും നമ്മൾ അവിടെ കണ്ട പോലെ ഗ്രീൻ ആയിട്ടാണ് ഉണ്ടായിരിക്കുക. ഇത് വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് ഒരു രാസപദാർത്ഥം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഇത് റെഡ് കളറാവും. അതുപോലെ നോക്ക്, ഇതിന്റെ ഇടയിൽ കണ്ടില്ലേ പേൾസ് ഉണ്ടായിക്കുന്നത്? ശരിക്കും സാരിമേലൊക്കെ നമ്മളൊരു വർക്ക് ചെയ്ത പോലെയാണ്. ഈ ഒരു പേള് ഇതുമേ തനിയെ ഫോം ചെയ്യണത്. അത് ഈ ഒരു പേള് തന്നെക്ക് ഫോം ചെയ്ത് വരുന്നതാണ്. ഈ പേളിന്റെ ഉള്ളിലൊരു വിത്ത് ഉണ്ട്, കണ്ടില്ലേ? ഇത് അതിന്റെ വിത്താണ്. പക്ഷെ ഇതിന് നമുക്ക് ഉണ്ടാവാറൊന്നുമില്ല കേട്ടോ പ്ലാന്റ്സ്. അപ്പോൾ ഇത് അതിൻ്റെ റിപ്സാലിസ് പ്ലാന്റ്. ഇതിനധികം വെള്ളം ആവശ്യമില്ല. അങ്ങനെയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ, ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. സെയിൽ തുടങ്ങിയതേ എങ്ങനെയാ വെച്ചാൽ, എനിക്കൊരു ചാനലുണ്ട്, രസ്നാസ് എമ്മി കിച്ചൺ എന്നാണ് അതിന്റെ പേര് വരുന്നത്. അത് ആദ്യം കുക്കിംഗ് ചാനലായിരുന്നു. പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് സക്സസ് ആയില്ല. അപ്പൊ ഞാൻ എന്റെ ഗാർഡനിൽ നിറയെ പൂക്കൾ വിരിഞ്ഞിരിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് ഇട്ടു. അപ്പൊ അത് വമ്പൻ സക്സസ് ആയി, നല്ല വൈറലായി പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഫുള്ള് ചെടിയുടെ കണ്ടന്റ് മാത്രമാക്കി. കുക്കിംഗ് അങ്ങനെ കാണിക്കാറില്ല അതില്. പേര് ചാനലിന്റെ മാറ്റിയില്ല, കാരണം അത് വെച്ചിട്ടാണ് നമ്മൾക്ക് നോക്കുമ്പോ കിട്ടുന്നതല്ലോ, അത് കാരണം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ചെറിയൊരു ഗാർഡനാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട കമന്റ് മറക്കണ്ട കേട്ടോ, അടിയിൽ ഇട്ടോളാം. എന്നാലും എനിക്കൊരു ഇൻസ്പിറേഷൻ അല്ല അത്, അതുകൊണ്ടാട്ടോ പറയുന്നത്.